കുറ്റ്യാടിയിലാണ് ഉള്ളത്. കുറ്റ്യാടി ഇത്തവണ കനത്ത പോരാട്ടമാണ് നടക്കുന്നത്. നിലവിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള KP കുഞ്ഞാമത് കുട്ടിയെയാണ് LDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ MLA ആയിരുന്ന പാറക്കൽ അബ്ദുള്ളയാണ്. രണ്ട് MLAമാരായിരുന്നവർ ഏറ്റുമുട്ടുമ്പോൾ ആർക്കൊപ്പമായിരിക്കും കുറ്റ്യാടിയുടെ മനസ്സ്? കുറ്റ്യാടിയിലെ വോട്ടർമാർ പ്രതികരിക്കുന്നു. പാറക്കൽ ഇപ്പോൾ സപ്പോർട്ട് കൂടുതലായിട്ട് കാണുന്നത്. ഒപ്പത്തിനൊപ്പം തന്നെയാണ്, ഇഞ്ചോടിഞ്ചാണ്, ടൈറ്റ് മത്സരമാണ്. സാധ്യത പാറക്കലിന്. പാറക്കലിൻ്റെ മണ്ണല്ലേ കുറ്റ്യാടി. കുഞ്ഞാറ്റി ജയിച്ചിന്, പക്ഷേ ആ ട്രെൻഡല്ല ഇപ്പോൾ പാറക്കലിൻ്റെ ട്രെൻഡാണ്, ഫാത്തിമ തഹലിയാൻ്റെ ട്രെൻഡാണ്, ഷാഫി പറമ്പിലിൻ്റെ ട്രെൻഡാണ്. ഇതെല്ലാം തന്നെയാണ് ഇപ്പോഴത്തെ കുറ്റ്യാടിൻ്റെ അവസ്ഥ. ആർക്കാ സാധ്യത? ആർക്കാ? കുഞ്ഞമ്മദ് രാഷ്ട്രീയക്കാണ് സാധ്യത കൂടുതൽ. അപ്പം ഇവിടുത്തെ വികസനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നല്ലോണം പൊരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 100% മുപ്പത് തന്നെ വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ പേഴ്സണലായിട്ട് കുഞ്ഞമ്മദ് കുട്ടി മാഷ് വരണം എന്നാണ്. 100% മാഷക്ക് തന്നെ എൻ്റെ ഒരു വിശ്വാസം ജയിക്കുന്നതാണ്. പാറക്കൽ തന്നെയാണ് ജയിക്കാൻ തോന്നുന്നത്. വളരെ അങ്ങനെയാണ് സാധ്യത. പക്ഷെ പാറക്കലും കുഞ്ഞാമത് മാഷും കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയപ്പോൾ കുഞ്ഞാമത് മാഷ് ജയിച്ചാണ്. അതൊക്കെ ശരിയാണ്, പക്ഷേ ഇപ്രാവശ്യം ഒരു മാറ്റം ഉണ്ടാവും തീർച്ചയായും. കുഞ്ഞാമത് മാഷ് കൊണ്ടുപോകും, 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 ശക്തമായിട്ട് കൊണ്ടുപോകും. ഇവിടെ എന്താ അവസ്ഥ? കുറ്റ്യാടിയിൽ എന്താ? കുറ്റ്യാടി കുഞ്ഞുമുട്ടി മാഷ് തന്നെ വയ്ക്കും രണ്ടാമതും. ഇല്ല ഒന്നാ ജയിക്കൂല പറക്കല്. ഒരു കുഞ്ഞമുട്ടി മാഷ് ജയിക്കുമല്ലോ ഒരിക്കലും. പാറക്കൽ കൊണ്ടുപോകും. നിങ്ങൾ നോക്കിക്കോ, പാറക്കൽ കുറി പിടിച്ചിരിക്കും. ഇത് നമ്മൾ ബെറ്റ് വെക്കേണ്ട പാറക്കൽ അബ്ദുള്ള തിരിച്ചു വരവായിരിക്കും ഇപ്രാവശ്യം. കാരണം എന്താ പറഞ്ഞാൽ തീർച്ചയായും 10,000 വോട്ട് കുഞ്ഞുമുട്ടി മാഷ് കൊണ്ടുപോയി. മാഷ് കൊണ്ടുപോയി. 2,000 സംതിങ്ങിന് 2,000 പാറക്കൽ 10,000 വോട്ടിട്ട് ആരായാലും കളിയില്ല. ഒരു മാസത്തിലുള്ള നമുക്ക് കാണാം ഇപ്പോൾ. അതായത് ഇവിടെ കുഞ്ഞാമത് കുട്ടി മാഷ ഭൂരിപക്ഷം 2,000-3,000 ഇടയിൽ. കുഞ്ഞാമത് കുട്ടി മാഷ അതന്നെ ഒരു 5,000-നുള്ളിൽ എന്തായാലും ഉണ്ടാവും. 10,000 നേരത്തെ പറഞ്ഞു. പാറക്കല്ലേ 3 to 5 നേരത്തെ 10,000 ഇല്ല ഞാൻ 2,000 മാത്രമേ പറയുള്ളൂ. ഒരിക്കലും പറയില്ല. കണക്കുണ്ട്, ഞങ്ങൾക്ക് കണക്കുണ്ട്, അല്ലാതെ വേറൊരു വാക്കല്ല. എന്തായാലും ടൈറ്റ് ആണ് ഫൈറ്റ്. ഉറപ്പായിട്ടും നല്ല ടൈറ്റാണ്. തീർച്ചയായും പിന്നെ UDF ഒരു 90 സീറ്റ് 100 സീറ്റിൻ്റെ ഇടയിൽ അധികാരത്തിൽ വരും. UDF തീർച്ചയായും. കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ 8 സീറ്റ് നോക്കിക്കോ. നിങ്ങൾ ആരായിരിക്കും സാധ്യത? പാറക്കൽ അബ്ദുള്ള. അവര് പറയുന്നത് അറിയോ, ഒരു തവണ കുഞ്ഞാമത് കുട്ടിയാഷും പാറക്കൽ ഏറ്റുമുട്ടിയപ്പോൾ കുഞ്ഞാമത് കുട്ടിയാഷ ജയിച്ചിരുന്നു. കഴിഞ്ഞ വട്ടം ചെറിയൊരു വോട്ടിന് ജയിച്ചല്ലേ, ഈ വട്ടം പാറക്കലിന്. ഓൾ കേരളത്തിൽ UDFനാണ് ട്രെൻഡുള്ളത്. അതുപോലെ തന്നെയാണ് കുറ്റ്യാടിയിലും നാദാപുരം അഭിജിത്തിനാണ് ട്രെൻഡ്. അഭിജിത്ത് വിജയിക്കുന്നതാണ് എക്സിറ്റ് പോൾ സർവേയും ഇന്നത്തെ KMCC റാലിയും ഒക്കെ കാണുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ UDFന് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് 15 വർഷം മുന്നേ വരേണ്ട റോഡായിരുന്നു മുനീർ കൊണ്ടുവന്ന എക്സ്പ്രസ് ഹൈവേ. അത് മാറ്റി 15 വർഷങ്ങൾക്ക് ഇപ്പുറം ആ റോഡിൻ്റെ മുകളിൽ നിന്ന് റീൽസ് എടുക്കുന്ന മന്ത്രിയാണ് ഇന്നുള്ളത് കേരളത്തിൽ CPM ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് കേരളത്തിൽ ആ റോഡിന് പകരം വേറെന്തെങ്കിലും വലിയ വികസനം വരേണ്ടതായിരുന്നു. ഇത്രയും ലേറ്റായി വികസനം കൊണ്ടുവരുന്ന ഒരു പാർട്ടിയല്ല. അടുത്ത 30 വർഷം മുന്നിൽ കണ്ടുകൊണ്ട് വികസനം കൊണ്ടുവരുന്ന നല്ല ഒരു ഭരണം കാഴ്ചവെക്കുന്ന UDF പോലെയുള്ള മുൻവിധികളുള്ള ഒരു ടീമിനെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഇന്നത്തെ സമൂഹം പുതിയ ജനറേഷൻ ഉറപ്പിച്ച് 100% PD സതീശൻ്റെ പോലുള്ള ആളുകളുടെ ഇൻ്റർവ്യൂ കണ്ടേ ഞങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത 30 വർഷം മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്താകുന്നത് അവർ വികസനം കൊണ്ടുവരുന്നത് കേരളത്തിൽ. അതിനെപ്പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇവർ CPMനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ബാക്കിലുള്ള 20 വർഷത്തിലുള്ള വികസനമാണ് എന്താകുന്നത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഉറപ്പാണ് UDF എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാഷായിയാണ് സാധ്യത കുഞ്ഞമ്മദ് കുട്ടി. കാരണം കുറേ നല്ല കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കേട്ടിടത്തോളം അറിഞ്ഞിടത്തോളം നല്ല ഇതാണ്. ഇവിടെ തൊട്ടടുത്ത് ചുട്ടുവെന്ത് എരിയുന്ന ഷവർമ പോലെയാണ് കുറ്റ്യാടിയിലെ രാഷ്ട്രീയം. അതിങ്ങനെ തിളച്ച് മറിയുകയാണ്. ടൈറ്റാണ് പോരാട്ടമെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പറക്കൽ ജയിക്കുമെന്ന് പലരും പറയുന്നു. എന്നാൽ കുഞ്ഞാമത് കുട്ടിമാഷ് നിലനിർത്തുമെന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ആര് ജയിച്ചാലും ചെറിയ ഭൂരിപക്ഷത്തിനായിരിക്കും ആ വിജയം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ക്യാമറ പേഴ്സൺ റിഷാദ് TKയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.